ദോഷങ്ങൾ മാറാൻ എന്താ ജോത്സ്യ ഒരു പരിഹാരം? പരിഹാരം ഒന്നും തന്നെ കാണുന്നില്ല. വർമ്മ സാറേ, പ്രാർത്ഥിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും ശാസ്താവിന്റെ നടയിൽ പോയി തൊഴുക. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ മോളുടെ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ചില വിശേഷാൽ കർമ്മങ്ങൾ ചെയ്ത് കാശ് ചെലവാക്കാമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ചീത്ത സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യാന്ന് കരുതി മുന്നോട്ട് വന്നാൽ അത് ചെയ്യാൻ വരുന്നവർക്കും ഋതികമോൾക്കും ഉപദ്രവമായി മാറും. സൂക്ഷിക്കണം. പഞ്ചഭൂതങ്ങളിൽ നിന്നും അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ ജാതകത്തിൽ അടുത്ത 3 വർഷത്തേക്ക് കാണുന്നുണ്ട്. അഗ്നി കഴിഞ്ഞു. ഇനി പേടിക്കേണ്ടത് വായുവിനെയും ജലത്തെയുമാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വരുന്ന പൗർണമി ദിവസം സാറ് മോളെയും കൂട്ടി എന്റെ ജ്യോതിശാലയത്തിൽ വരണം. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങള് അപ്പൊ ഞാൻ പറയാം. എന്നാ ശരി. പ്രതാപ, നീ അയാള് പറഞ്ഞതൊന്നും കേട്ട് പേടിക്കണ്ട. വേറെ വലിയ ജ്യോത്സ്യന്മാരില്ലേ ഈ നാട്ടില്? നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാ ഉള്ളേ? എന്റെ അറിവിൽ ഇയാളെക്കാട്ടിലും നല്ലൊരു ജോത്സ്യൻ ഈ നാട്ടിലില്ല ചേച്ചി. യാമിനി, ഋതിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു. ആ ശരി ഏട്ടാ, വാ മോളെ. പ്രതാപ, നീ എന്താ ഇങ്ങനെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാ ഈ നിസാര കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കുന്നേ? ചെറുപ്പത്തിലും അവളുടെ ജാതകം നോക്കി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നതല്ലേ? ആ, അന്നൊന്നും നിനക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നല്ലോ. അതുപോലെ അല്ല ചേച്ചി, ഇത് അതുപോലെ അല്ല. എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അവളെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യുക. ചേച്ചി, എന്റെ മോളുടെ മേലെപ്പോഴും ഒരു കണ്ണു വേണം. അവൾക്കൊരു ആപത്തും വരാതെ ചേച്ചി വേണം അവളെ സംരക്ഷിക്കാൻ. നീ ഇങ്ങനെ വിഷമിക്കാതെ പ്രതാപ, ഞാനിവിടെയില്ലേ, ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഈ അച്ഛ സ്നേഹം കുറച്ച് ഓവറാവുന്നില്ലേ? അതേടാ, കുറച്ച് ഓവറായി തുടങ്ങി. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകുന്നു. അധികകാലം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അമ്മേ. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നമുക്ക് നോക്കാടാ. ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടു. ചുറ്റുമുള്ളവരുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന കുട്ടിയല്ലേ. ഇപ്പോ ആ വിഷമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് അകലേക്ക് പോയവരുടെ ഹൃദയങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. അതാണല്ലോ ദുഷ്ടഗ്രഹങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. ജോത്സ്യം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാ. എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കാര്യത്തിലായാലും അച്ഛന്റെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും രാജുവിന്റെ കാര്യത്തിലായാലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അമ്മയുടെ സ്നേഹം അത് കൊതിച്ച നാളുകളാണ് ഇത്രയും. ഓരോ അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിങ്ങനെ തകർന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട്? ഒരമ്മയുടെ സ്നേഹം, കരുതൽ, അതൊന്നും കിട്ടാൻ യോഗമില്ല എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. അമ്മയുടെ മുഖം
എങ്ങനെയാണെന്ന് കാണാൻ പോലും യോഗമില്ലാത്തവളായി പോയില്ലേ ഞാൻ. അതുപോലെ തന്നെ അച്ഛന്റെ സ്നേഹം ഇപ്പോഴും അടുത്തുണ്ടെങ്കിലും അച്ഛന്റെ സ്നേഹവും കരുതലും എനിക്കുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയല്ലേ രാജുവിന്റെ സ്നേഹവും. എന്റെ ജീവനെ തുല്യം ഞാൻ സ്നേഹിച്ചതല്ലേ രാജുവിനെ. എന്നിട്ടും എനിക്ക് ആ സ്നേഹം വിധിച്ചില്ല. ഞാൻ സ്നേഹിക്കുന്ന ആരുടെയും സ്നേഹം കിട്ടാൻ ഒരിക്കലും അർഹതയില്ലാത്തവളാണോ ഞാൻ? ജോത്സ്യം പറഞ്ഞത് തുടരെ തുടരെ ഓരോ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരുമെന്നല്ലേ? സത്യം പറഞ്ഞ ഈ 3 പേരുടെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നോ? മോളെ, നീ ഇരിക്ക. ഇരിക്ക്. ജോത്സ്യം പറഞ്ഞത് കേട്ട് മോള് പേടിച്ചു അല്ലേ? മോൾ അതൊന്നും കേട്ട് പേടിക്കണ്ട. മോളുടെ കൂടെ അച്ഛനുണ്ട്. ജോത്സ്യം പറഞ്ഞത് കേട്ട് എനിക്ക് നല്ല വിഷമമായി. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിഹാരങ്ങളല്ലേ ചെയ്യേണ്ടത്. നീ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിലൊന്നും അധികമൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ മുന്നിൽ വന്നു നിന്നാൽ അത് നേരിടാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അത് ഇതുവരെ എന്റെ രൂപത്തിൽ നിനക്കുണ്ടായിട്ടില്ല. ഇനി ഒരു പ്രശ്നം നിനക്ക് വന്നാ നിന്റെ കൂടെ അച്ഛനുണ്ടാവും. നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിന്നെ അതിന് പ്രാപ്തയാക്കാൻ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിൽ നിനക്ക് വേണ്ടി അത് പരിഹരിച്ചു തരാൻ എന്നും അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടാവും. അച്ഛാ, അച്ഛന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ ഈ പൊള്ളലിനോ അല്ലെങ്കിൽ ഇതിലും വലിയ മുറിവുകൾക്കോ എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അച്ഛന്റെ ഈ വാക്കുകൾക്കുള്ള വില സത്യം പറഞ്ഞ അച്ഛന് പോലും അറിയില്ല. എന്റെ മുന്നിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെ എനിക്കിനി നേരിടാൻ കഴിയും. അത് എന്റെ കഴിവോ ധൈര്യമോ കൊണ്ടൊന്നും അല്ല. അച്ഛൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്ക് തരുന്ന ഊർജം കൊണ്ട്. പിന്നെ ജോത്സ്യര് പറഞ്ഞതുപോലെ ഞാനെന്തെങ്കിലും അപകടത്തിൽപ്പെടുന്നുള്ള പേടി ഒരിക്കലും അച്ഛന് വേണ്ട. അച്ഛൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും അച്ഛന്റെ സാമീപ്യം ഒന്നു മാത്രം മതി. എനിക്ക് നേരെ വരുന്ന ഏത് പ്രശ്നങ്ങളിലും ഞാൻ അകപ്പെട്ടു പോവില്ല. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, ഇനി ഒന്നിനും ഞാൻ ഭയക്കില്ല. മുൻപൊക്കെ എനിക്കെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാ രാജു. അതിന് കാരണം ഞാൻ രാജുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടാ. പക്ഷെ എന്റെ ആ ഇഷ്ടം രാജു മനസ്സിലാക്കിയില്ല. ആ ഒരു വിഷമം എനിക്കിപ്പോ അധികമൊന്നുമില്ല. കാരണം എനിക്കിപ്പോ എന്ത് ഷെയർ ചെയ്യാനായി എനിക്കെന്റെ അച്ഛനുണ്ടല്ലോ, എനിക്കത് മതി. മോളെ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ? പോട്ടെ, ഇനി എന്റെ മകളുടെ ജീവിതത്തില് വിഷമത്തിന് സ്ഥാനമില്ല. ഇനി എന്നും സന്തോഷം മാത്രമായിരിക്കും നിന്റെ ജീവിതത്തില്. അതാണ് ഇനി ഈ അച്ഛന്റെ ആദ്യത്തെ ലക്ഷ്യം. മോളധികം സ്ട്രെയിൻ എടുക്കണ്ട കേട്ടോ. ഒന്നും ആലോചിച്ച്
മനസ്സും വിഷമിപ്പിക്കണ്ട. ഉം? സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പാ കിട്ടിയോടി? ദേ കിട്ടി വേണോട്ടാ. ചെറുതേനാ ആശാരിയമ്മാവൻ അവരുടെ തോട്ടത്തിലെ കയ്യാല പൊളിച്ച തേനെടുത്ത് തന്നത്. ആ, ഇവിടെ ഇരിക്കുന്ന തേനേക്കാളും പൊള്ളലിന് നല്ലത് ചെറുതേൻ തന്നെയാ. എടി രാധമ്മേ, ഒരു തൂവൽ കൊണ്ട് വേണം പൊള്ളലിൽ പുരട്ടാൻ. ആ ശരി വേണോട്ടാ. രാധമ്മേ, ചെറുതേ കിട്ടി. രമ്യേ, നീ തന്നെ ചെന്നിട്ടേ അളിയുടെ ദേഹത്തൊക്കെ പുരട്ടി കൊടുക്കും. ആ ചെല്ല്. ആ ഏയ് ആ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്ത രാജുവിന് ഇഷ്ടാവോടി? അതാ എനിക്കും പേടി വേണോട്ടാ. അവൻ ഇനി അവളെ എന്തേലും പറഞ്ഞാൽ അവൾക്കും വിഷമാവില്ലേ? എന്തിനാ ജയ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതിനൊക്കെ കൂട്ടു നിൽക്കുന്നേ? അളിയെ രമ്യ വഴക്കൊന്നും പറയാൻ പോണില്ല. നിങ്ങൾ ആരും അതോർത്ത് പേടിക്കുകയും വേണ്ട. അവര് നടക്കട്ടെ രാധമ്മേ. രമ്യ അടുത്തിട്ടല്ലേ രാജുവിന് രമ്യയോട് പ്രണയം തോന്നുള്ളൂ. എന്താ രാജു ഇങ്ങനെ ഓരോരുത്തരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ സ്വയം നേറി ജീവിക്കുന്നത്? നിനക്ക് നോവുന്നത് എനിക്ക് സഹിക്കാനാവില്ല രാജു. പ്ലീസ്, ഇനിയെങ്കിലും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നീ ഉറങ്ങാണോ? ഉറങ്ങിക്കോ. ഞാൻ നിന്റെ വേദനയൊക്കെ ഇപ്പൊ മാറ്റിത്തരാം കേട്ടോ. ഇതുവരെ നടന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതെല്ലാത്തിന്റെ അവസാനായിരിക്കണം. എന്റെ രാജു ഇനി അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്. അവളെ രക്ഷിക്കാനോ സമാധാനിപ്പിക്കാനോ ഇനി ഒരിക്കലും ഇങ്ങനെ സ്വയം വേദനിക്കരുത്. അവൾക്ക് അപകടം പറ്റുമ്പോ രക്ഷിക്കാൻ അവിടെ അവളുടെ അച്ഛനില്ലേ, ആ ദീപക്കില്ലേ, ഇപ്പൊ പുതിയൊരുത്തനും വന്നിട്ടുണ്ടല്ലോ, ആ റോഹൻ. അവിടെ അത്ര ആളുകളുള്ളപ്പോ ഈ രാജു എന്തിനാ ഇങ്ങനെ? ഇനി അവളുടെ പിന്നാലെ പോയാ എന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും കേട്ടോ. നീ എന്താ ഇവിടെ? എന്താ നിന്റെ കയ്യില്? ഇത് തൂവല്. തൂവലോ? തൂവലോട് കിടക്കാൻ നീ എന്താ പല പക്ഷിയാണോ? അല്ല, ഈ പൊള്ളലില് തേൻ പുരട്ടാനായിട്ട്. നിങ്ങൾ അയ്യോ, ഇതൊക്കെ ആരാ ചെയ്യാൻ പറഞ്ഞേ? കയ്യും വേദനിക്കുന്നു. അയ്യോ, എവിടെ നോക്കട്ടെ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നേന്ന്? അത് പിന്നെ ജേട്ടൻ പറഞ്ഞപ്പോ. ഈ അളിയനെ ഞാനൊന്ന് ശരിയാക്കും. അല്ലെങ്കിലും ആണുങ്ങൾ തനിച്ചു കഴിയുന്ന റൂമിലേക്ക് ഇങ്ങനെ കയറി വരാൻ പാടില്ലെന്ന് നിനക്കറിയില്ല രമേ? വേറെ ആരും അല്ലല്ലോ. നാളെ ഒരിക്കലേ രാജുവിന്റെ ഭാര്യാവൻ പോകുന്ന ആളല്ലേ ഞാൻ. അപ്പോ രാജുവിന്റെ റൂമിലേക്ക് വന്നതിൽ എന്താ തെറ്റ്? രമ്യ, എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും വേദന ഇപ്പൊ എന്റെ ശരീരത്തിലുണ്ട്.
അതിന്റെ പുറമെ നീയും കൂടെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് വന്ന് രാജുവിന്റെ പൊള്ളലിൽ തേൻ പുരട്ടിയപ്പോഴാണോ രാജുവിന് ഇറിറ്റേഷൻ വന്നത്? ആ അവൾക്ക് വേണ്ടി പൊള്ളിയപ്പോഴേ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ? ഉഫ്, എന്റെ ദൈവമേ, എനിക്കൊരു അല്പം പോലും സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചിട്ടാണോ നീ ഇവളെ ഈ റൂമിലോട്ട് പറഞ്ഞയച്ചേ? രാജുവിന്റെ സമാധാനം കളയാനല്ല, രാജുവിനെ സ്നേഹിക്കാനും പൊന്നുപോലെ നോക്കാനുമാ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചേക്കുന്നെ. അതൊക്കെ രാജുവിന് വഴിയെ മനസ്സിലായിക്കോളും. ഇനി ഇതില് കൂടുതൽ എനിക്കൊന്നും മനസ്സിലാക്കാനില്ല രമ്യ. ഋതിക മാഡം, ഇനി കോള് ഇവള് കണ്ട അത് അടുത്ത പ്രശ്നമാവുമല്ലോ. ആരാ? അത് കളക്ടർ ഓഫീസിൽ നിന്നാ, അവിടുത്തെ സ്റ്റാഫാ. രമ്യ പോയിക്കോ. പിന്നെ ഈ തേൻ പുരട്ടി തന്നേനെ താങ്ക്സ്. ഓ താങ്ക്സ് വരോ വെച്ചിരിക്കുന്നു. ഹലോ ഋതിക മാഡം. ഹലോ രാജു. രാജുന് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ ഓക്കെയാ. മാഡം ഓക്കെ അല്ലേ? അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും. ഞാൻ ചെയ്തത് എന്റെ കടമയല്ലേ മാഡം? ആണോ? കടമയായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണോ രാജു എന്നെ തീയിൽ നിന്ന് രക്ഷിച്ചത്? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല മാഡം. എന്തോ ഋതിക മാഡത്തെ ആരെങ്കിലും വഴക്ക് പറയുന്നതോ മാഡം ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. അപ്പോ ഋതിക മാഡത്തിനൊരു ആപത്തുണ്ടാവുമ്പോ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിച്ചിരിക്കാം. എന്തിനാ രാജു? എന്തിനാ നീ എന്നെ ഇത്ര സ്നേഹിക്കുന്ന? അല്ല മാഡം, ഞാൻ അങ്ങനെ. വേണ്ട രാജു, നീ ഇനി നിന്റെ സ്നേഹത്തിന് പുതിയ നിർവചനങ്ങളുമായിട്ട് വരണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നോടുള്ള വികാരം അത് സ്നേഹമാണ്. സത്യസന്ധമായ നിഷ്കളങ്കമായ പ്രണയമാണ്. ആ പ്രണയത്തെ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ നിന്റെ ഹൃദയത്തിലുള്ള എന്നോടുള്ള വികാരം പ്രണയമാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഒരിക്കൽ നിനക്ക് എന്നോടുള്ള പ്രണയത്തെ നീ തിരിച്ചറിയും. മാഡം, എനിക്ക് നിന്നോട് ഒരേ ഒരു അപേക്ഷയുള്ളൂ രാജു. ചെറുപ്പം മുതൽ അടുത്തുണ്ടായിരുന്നിട്ടും എന്റെ അച്ഛൻ മനസ്സുകൊണ്ട് എന്നിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം തീരെ ഇല്ലാണ്ടായിരിക്കുക. എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അച്ഛനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്തോഷം എനിക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കാത്തത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന
എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതെന്റെ അപേക്ഷ. എന്റെ സന്തോഷം നീയാണ് രാജു. നീ എന്നിൽ നിന്നും അകന്നു പോരുത്, പോരുത്. മാഡം, ഋതിക മേഡം എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെയും കൂടി വിഷമിപ്പിക്കുന്ന? പാവം. പക്ഷെ ഞാൻ മാഡം ഈ പറയുന്ന പോലെ ഒന്നും അല്ല. എല്ലാം മാഡത്തിന്റെ തെറ്റിദ്ധാരണകളാ. തെറ്റിദ്ധാരണ തന്നെയാണോ? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാ. കളക്ടർ ഓഫീസിൽ നിന്നല്ല, മന്ത്രിയുടെ വീട്ടിൽ നിന്നാ രാജുവിന് കോള് വന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോയാ എനിക്ക് രാജുവിന് നഷ്ടാവും.